കുന്നത്തൂർ MLA ആയിട്ടുള്ള കോവൂർ കുഞ്ഞുമോൻ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 20,000-ലേറെ വോട്ടുകൾക്കാണ് ഉല്ലാസ് കോവൂറിനെ പരാജയപ്പെടുത്തിയത്. RSP ലെനിനിസ്റ്റ് വിഭാഗം നേതാവാണ് കോവൂർ കുഞ്ഞുമോൻ. RSPയുടെ ഉല്ലാസ് കോവൂറിനെ പരാജയപ്പെടുത്തി MLA ആകുന്ന സാഹചര്യത്തിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ RSPയെ അലട്ടുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം മനസ്സിലായി. ഇപ്പോഴിതാ കോവൂർ കുഞ്ഞുമോൻ തിരിച്ച് RSPയിലേക്ക് മടങ്ങിച്ചെല്ലാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അതായത് NK പ്രേമചന്ദ്രനുമായി ചർച്ച നടത്തി RSPയിലേക്ക് തന്നെ തിരിച്ച് മടങ്ങാൻ വേണ്ടിയുള്ള നീക്കമാണ്. അതുവഴി UDF പാളയത്തിലേക്ക് എത്താൻ കോവൂർ കുഞ്ഞുമോൻ തയ്യാറായി നിൽക്കുകയാണ്. RSPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജനകീയരായ ഒരു നേതാവും NK പ്രേമചന്ദ്രൻ അല്ലാതെ ഇല്ല എന്നുള്ളത് വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. ഷിബു ബേബി ജോണിന് പോലും ചവറയിൽ തുടർച്ചയായ 2 പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. അദ്ദേഹം വിജയിച്ചത് 2011 6061 വോട്ടുകൾക്ക് NK പ്രേമചന്ദ്രനെ തോൽപ്പിച്ചുകൊണ്ടാണ് തൊഴിൽ വകുപ്പ് മന്ത്രിയായത്. എന്നാൽ അതിനുശേഷം അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. RSPയെ ഇനിയും അടിമുടി മാറ്റിയെടുത്തില്ലെങ്കിൽ കേരള നിയമസഭയിൽ ഒരംഗം പോലും ഇല്ലാത്ത പാർട്ടി അപർവാണികളിലേക്ക് നീങ്ങും എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള രാഷ്ട്രീയ നീക്കത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ലോക്സഭയിൽ ഒരംഗമുണ്ട് കേരളത്തിൽ നിന്നും എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ചൊരു മേന്മയും RSPയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അസീസോ ബാബു ദിവാകരനോ ഒന്നും തന്നെ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇല്ലതാനും. അതുകൊണ്ട് തന്നെയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കൂടുതൽ ശക്തമായ പ്രവർത്തനം നടത്തി RSP വോട്ടിംഗ് പാറ്റേണിൽ വ്യത്യസ്തത കൊണ്ടുവരാനുള്ള തീവ്രമായ പരിശ്രമം നടത്തുന്നത്. കൊല്ലം ജില്ലയിൽ തന്നെയാണ് RSPയുടെ ശക്തി കേന്ദ്രം എന്നത് വളരെ വ്യക്തമാണ്. എന്നാൽ അത് കഴിഞ്ഞ ഏറെ നാളുകളായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമായി തന്നെയാണ് അവരിൽ പലരും പറയുന്നത്. കൊല്ലത്ത് 1,50,000-ഓളം വോട്ടുകൾക്ക് CPM സ്ഥാനാർത്ഥിയായ മുകേഷിനെ തോൽപ്പിച്ച് NK പ്രേമചന്ദ്രൻ തുടർച്ചയായ ഹാട്രിക് വിജയം നേടിയെടുക്കുമ്പോഴും കൊല്ലം ജില്ലയിൽ RSPക്ക് ഒരു MLA പോലും ഇല്ല എന്നുള്ളത് അവരെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് UDFന് കൂടുതൽ കരുത്തേകാനും മുന്നണിയിൽ കൂടുതൽ പ്രാധാന്യം ഉറപ്പാക്കാനും വേണ്ടി RSP നിർണായക നീക്കം നടത്തുന്നത്. കോവൂർ കുഞ്ഞുമോനാണെങ്കിൽ കുന്നത്തൂരിൽ വളരെയധികം ജനകീയനായ ഒരു നേതാവും അവിവാഹിതനുമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹം സ്വതന്ത്രനായി RSP ലെനിനിസ്റ്റ് എന്ന രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതിൽ കാര്യമായി പാർട്ടി പ്രവർത്തകരൊന്നും ഇല്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവമാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും 20,000-ലേറെ വോട്ടുകൾക്ക് വിജയിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ RSPയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള അനുനയ ചർച്ചകൾ ഉൾപ്പെടെ നടക്കുന്നത്. ഈ കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കളും മുൻകൈ എടുക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കോവൂർ കുഞ്ഞുമോനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ആ സീറ്റ് നൽകപ്പെടുകയാണെങ്കിൽ തീർച്ചയായും അവിടെ വിജയിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവും ഇല്ലതാനും.